morning. Once again, welcome back to another episode of Travel with Sini, Roshan and Ajmal. Good morning, guys. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്, സെക്കൻഡ് ഡേ അൽബേനിയ. ഇന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകും, അത് നമുക്ക് എണീക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇവിടെ ആരാ വന്നേക്കുന്നത് നോക്കൂ. ഇന്നലെ നമ്മൾ കാണാത്തയാൾ സൂര്യൻ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലത്തെ വ്യൂ. ഈ കാണുന്ന മല ഉണ്ടാവും, പുറകിലുള്ള ഈ മല, അത് ഇന്നലെ കണ്ടപ്പോൾ ഇതിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഇന്നാണ് അതിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നത്. കാരണം ഇന്നലെ കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വീടുകളൊക്കെ ഇങ്ങനെ മേലോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു അങ്ങോട്ട് നമുക്ക് പോകാം. അവിടെ ഏതാണ്ട് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷെ നമ്മളെന്തായാലും ഇന്നത്തെ അങ്ങോട്ട് പോകുന്നില്ലായിരിക്കും. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് വ്ലോറാണോ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. കുറച്ചുകൂടി സൗത്തിലോട്ട് സറണ്ടയിലോട്ട് പോകുമ്പോൾ പോകുന്ന വഴി 1-2 സ്ഥലങ്ങളൊക്കെ കണ്ട് പോകാനാണ് പ്ലാൻ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. നല്ല കാറ്റുണ്ട് കേട്ടോ. റോഷനും അജുവും എണീറ്റില്ല, അതൊക്കെ അവരെ എണീപ്പിക്കണം. റോഷൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഹൗ ഇസ് ഇറ്റ്? Wow, just looking like a what? So beautiful, so elegant, just looking like a wow. അവിടെ 2 പാറ പ്രശ്നങ്ങളുണ്ട്, കാണുന്നുണ്ടോ? അതെ, look at this. ഞാനൊന്ന് പോച്ചതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളെ ഊട്ടിട്. That means outfit of the day. And അജു, നീ ഊട്ടിന് വരുന്നുണ്ടോ? ഇല്ലടാ. My God. Hi guys, morning. നമ്മൾ റൂമെല്ലാം ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ഇന്ന് സറണ്ടോയിലോട്ട് പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ബൊറയിലേക്ക് പോകാൻ പോവാണ് ഗൈസ്. ബോറാവോന്നറിയില്ല, പോയി നോക്കാം. ജോൺസൺ മാഷ പാട്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ബോറ. ഇതാണോ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ബൊറ എന്നാണ് എൻ്റെ വിശ്വാസം. ശരിക്കും ഇതാണോ അതിൻ്റെ അപ്പുറത്താണോ എന്ന് എനിക്കറിയത്തില്ല. ലൊക്കേഷൻ അനുസരിച്ച് ഇവിടെയാണ് കാണിച്ചത്. ആക്ച്വലി അൽബേനിയയിൽ മിക്ക സ്ഥലങ്ങളും ക്ലോസ്ഡ് ആണ്. അത് റെസ്റ്റോറൻറ്റ്സ് ആയാലും ഷോപ്സ് ആയാലും എല്ലാ കടകളും ക്ലോസ്ഡ് ആണ്. കാരണം ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞതേ ഉള്ളൂ, സമ്മർ ആവുന്നതേ ഉള്ളൂ. സമ്മറിലാണ് കൂടുതലായിട്ട് ഇവിടെ ആക്റ്റീവ് ആവുന്നത്. ഇവിടെ ഏതാണ്ടൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ഫുൾ റോഡ്സ് ആണെങ്കിലും എല്ലായിടത്തും അണ്ടർ കൺസ്ട്രക്ഷൻസ് ആണ്. ഇപ്പോഴാണ് എനിക്ക് ഒരു ഹോളിഡേ മോഡ് വന്നത്. ഒരു മാൽഡീവ്സ് ഹോളിഡേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് ഇസ് എ മസ്റ്റ്. അഗൈൻ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നു ഗൈസ്.
കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ആണ് ഗൈസ്. അജു അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? അജുവിൻ്റെ ഫോട്ടോഷൂട്ടാണ്, ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. കുറച്ച് ദൂരെയാണ്, ബട്ട് സ്റ്റിൽ പുള്ളി എൻജോയ് ചെയ്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. എല്ലാ ഫോണും ഇല്ല സിനി, രണ്ടെണ്ണമില്ല. ഗായ്സ് അപ്പോൾ ഇവിടെ പണി നടക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പോവുകയാണ്. അജു നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അജു സ്ലോയിലാണ് പോകണമെന്നുണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യുന്നുണ്ട് അജു. ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് ഒരുപാട് പ്രൂഫ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വണ്ടിന്റെ മുന്നിലോ വണ്ടിന്റെ കൂടെയോ ഒരു ഫോട്ടോ. കേറിക്കോ. അങ്ങനെ നമ്മൾ ബോറ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ധർമ്മിയിലോട്ട് പോകാൻ പോവാണ്. ധർമ്മിയാണോ എന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. സോ പ്രൊനൗൺസിയേഷൻസ് ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം. മാപ്പിനോട് ചോദിക്കും. അതെ, ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചാ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പറയും. ഗൂഗിൾ മാപ്പിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും കറക്റ്റ് അല്ല. നമ്മുടെ നാട്ടിലത്തെ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് കറക്റ്റ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക? അല്ല. സോ അത് വല്ല ലോക്കൽസിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ധർമ്മിയിലോട്ട് പോകാൻ 38 മിനിറ്റ്സ് ആണ് കാറിൽ കാണിക്കുന്നത് കേട്ടോ. അതും ഒരു ബീച്ച് സൈഡാണ്. യെസ്, ഓഫ് കോഴ്സ്. റോഡൊക്കെ ഇവിടെ ഫുള്ള് പണി നടക്കുവാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഡ്രൈ സീസൺ ആണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും അധികം വരുന്നില്ല. നമ്മളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതെ, ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴായിരിക്കും ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പനിങ് ഏരിയ ആയിരിക്കും. ഒരുപാട് ബീച്ച് സൈഡ് കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ട്, ബട്ട് ഒരു കാറ്റുള്ള നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ലുക്ക് അറ്റ് ദിസ് വ്യൂ. അടിപൊളിയാണ്, നല്ല കാറ്റുണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഓ വാവ്. അപ്പോൾ ഗൈസ് തുടങ്ങിയാലോ നമുക്ക് നമ്മുടെ അൽബേനിയൻ റോഡ് ട്രിപ്പ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സറണ്ടയിലോട്ടാണ് പോകുന്നത്. സറണ്ടയിലാണ് നമ്മളിനി നെക്സ്റ്റ് 2 days സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സറണ്ടയിലേക്ക് പോകുന്ന വഴി നമ്മൾ 2 വില്ലേജിലും കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് ധർമ്മി, പിന്നൊന്ന് ഹിമാരെ. അപ്പോൾ ആദ്യം നമ്മൾ ധർമ്മിയിലോട്ടാണ് പോകുന്നത്. ധർമ്മിയിലോട്ട് വ്ലോറേന്നത് നമ്മൾ താമസിച്ച ടോട്ടോ ഹോട്ടലിലും ഒരു 40 മിനിറ്റ്സ് ആണ്, 38 to 40 മിനിറ്റ്സ് ആണ് കാണിച്ചിരുന്നത്. 42 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതായത് വ്ലോറേൻ്റെ സൗത്ത് ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ധർമ്മി. ഒരു ചെറിയൊരു വില്ലേജാണ്.
അൽബേനിയൻ ലോണിയൻ കോസ്റ്റിൻ്റെ തീരത്ത് ഏകദേശം ഒരു 200 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള സെറോണിയൻ മൗണ്ടൻ്റെ സ്ലോപ്പിലായിട്ടാണ് ധർമ്മി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ധർമ്മിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ധർമ്മിയിലെ ബീച്ചുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ സാധാരണ കാണുന്നത് പോലെ സാൻഡ് ബീച്ചുകളല്ല, ഇവിടെ പെബിൾ ബീച്ചുകളാണ് കൂടുതൽ. അതായത് കുഞ്ഞു കുഞ്ഞ് ഈ നമ്മുടെ വെള്ളാരം കല്ലുകൾ പോലത്തെ കല്ലുകളൊക്കെയാണ് കടൽ തീരത്ത് കാണാനായിട്ട് പറ്റുക. അതുകൂടാതെ ക്രിസ്റ്റൽ കളറിലുള്ള ടർക്കോയിഷ് കളറിലുള്ള കടലുകളാണ് ധർമ്മിയിൽ കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന യാത്രക്കാർക്ക് കോസ്റ്റ് ലൈൻ, അതായത് ഒരുപാട് ബീച്ചുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൂടാതെ ഹൈക്ക് ചെയ്യാനും കൂടെ പറ്റും. ഹൈക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടൽ തീരങ്ങളുടെയൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി കൂടെ ധർമ്മിക്കുണ്ട് കേട്ടോ. അങ്ങനെ കടൽ തീരങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നത്. എന്താണെന്നല്ലേ, ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗൈസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് ഗൂഗിൾ മാപ്പിൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 39 മിനിറ്റ്സ് ആണ് ധർമ്മിക്ക് കാണിക്കുന്നത്. അത് ഇടയിൽ ഒരു ലോഗോറ ടണൽ വഴിയാണ് നമുക്ക് ധർമ്മിയിലോട്ട് പോകേണ്ടിരുന്നത്. പക്ഷേ ആ ടണൽ ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ആ വഴി നമുക്ക് പോകാനായിട്ട് പറ്റില്ല. സോ നമുക്കൊരു ഡീവിയേഷൻ എടുക്കേണ്ടി വന്നു. സോ നമ്മളിനി മല കയറിയാണ് പോകാൻ പോകുന്നത്. സോ ഈ മല കയറി ധർമ്മിയിലോട്ട് എത്തുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോഗറ നാഷണൽ പാർക്ക്, അതായത് ലോഗറ പാസ് വഴിയാണ് നമ്മൾ ഇനി ധർമ്മിയിലോട്ട് എത്തേണ്ടത്. വെറും 30 മിനിറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 20 മിനിറ്റിൽ ധർമ്മി എത്തും എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു പണി വന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് വീണ്ടും ഒരു ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം നമുക്ക് ഇനിയും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മല കയറി ഇറങ്ങണം. ഒരുപാട് ഹെയർ പിൻ വളവുകൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ ഇഷ്ടംപോലെ ഹെയർ പിൻ വളവുകളൊക്കെ ഉള്ള വഴികളിലൂടെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ചില സമയത്ത് വഴി മാറി യാത്ര ചെയ്യുമ്പം ആ യാത്ര വൺ ഓഫ് ദ ബെസ്റ്റ് റൈഡ്സ് ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മളിപ്പോൾ നേരെ പോയിരുന്നെങ്കിൽ, ആ ടണൽ വഴി പോയിരുന്നെങ്കിൽ ടണലിനകത്ത് എന്താണ് ശരിക്കും കാണാനുള്ളത്? ഒന്നുമില്ല. പക്ഷെ അതേസമയം ഇപ്പോൾ പോകുന്ന റൂട്ടിലൂടെ ആണെങ്കിൽ ഒരു മല കയറി ഇറങ്ങുകയാണ്. ആ മല കയറി ഇറങ്ങുമ്പം ഫുള്ള് താഴെയുള്ള കാഴ്ചകളും സാധാരണ റോഡുകളല്ലാതെ വളഞ്ഞുള്ള റോഡുകളും ആ ഓരോ വളവ് കഴിയുമ്പോഴുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളും 2 മലേൻ്റെ നടുവിലൂടെ പോകുമ്പോഴുള്ള ഒരു ഫീലും, പിന്നെ വെതറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ആൽക്കഹോളിക് വെതർ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ മല കയറി തുടങ്ങി കേട്ടോ. നമ്മൾ ലോഗാര പാസ് വഴിയാണ് പോകുന്നത്. ലോഗാര പാസ് എത്തിയിട്ടില്ല. സോ പോകുന്ന വഴി നമ്മൾ ചില കാഴ്ചകളൊക്കെ കണ്ടു. കുഞ്ഞു കുഞ്ഞ് ഷെഡ് പോലെയുള്ളൊരു സ്ഥലങ്ങളുണ്ടായിരുന്നു. കടക്കാരില്ലാത്ത ചെറിയ കട എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് നല്ല തേനൊക്കെ വെച്ചേക്കുന്നു. ഓർഗാനിക് ആയിരിക്കണം എന്നാണ് ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഒരു 2 ഷോപ്പുകൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഇനി കാണുവാണെങ്കിൽ നമുക്ക് നിർത്തി കുറച്ച് തേൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷം നമ്മൾ തേൻ കണ്ടില്ല. ഭാഗ്യം, ഞാനല്ലേ പറഞ്ഞത്. ഇത് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പനോരമ കഫേ എന്ന് പറഞ്ഞൊരു കഫേ കണ്ടത്. പക്ഷേ കഫേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് കാറ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ വ്യൂ. വാവ്. അങ്ങോട്ട് പോയാലേ അതിന് മാനിപ്പുലേറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കേണ്ടി വരും അവിടെ. എവിടെ ഇങ്ങോട്ട് പോയാ ഇപ്പുറത്തെ എൻ്റെ അമ്മോ, ഇവിടെ നിന്നല്ലേ നമ്മൾ വന്ന്. ഈ പൂച്ച കുറച്ച് നേരമായിട്ട് നമ്മുടെ പുറകെയാണ്. ഫുഡ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പൂച്ചയോട് പറയായിരുന്നു, ഞങ്ങളെ ഇത്ര നേരമായിട്ട് ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല പൂച്ചയെ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു ഇതുവരെ. ഒരു കടകളും നമ്മൾ കണ്ടില്ലായിരുന്നു. ഹോട്ടലോ റെസ്റ്റോറൻറ്റ്സോ ഒന്നും കണ്ടില്ല. സൂപ്പർ മാർക്കറ്റ്സും കണ്ടില്ല. സോ നമ്മളങ്ങനെ ഫുഡില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മല ഇറങ്ങി അടുത്ത മല കയറി ഇറങ്ങി എന്നിട്ടൊക്കെ വേണം നമുക്ക് അടുത്ത ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്.
കുറച്ച് നേരം അവിടെ നിന്ന് നമ്മുടെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു അൽബേനിയൻ ട്രിപ്പ് തന്നെ നമ്മളൊരു റിഫ്രഷിങ് ട്രിപ്പായിട്ട് തിരഞ്ഞെടുത്ത ഒരു ട്രിപ്പാണ്. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു ജേണി. വ്ലോറെ ടു സറൻഡേ ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടുന്ന ഒരു ജേണി ആയിരുന്നു ഞങ്ങൾക്കത് കേട്ടോ. ആക്ച്വലി ആ ടണൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആയത് ഞങ്ങളൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ഒരു വഴിയിലൂടെ വരില്ലായിരുന്നു. കാരണം ഈ ഒരു വഴിയെക്കുറിച്ച് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ലോഗാര പാസ് അല്ലെങ്കിൽ ലോഗാര നാഷണൽ പാർക്കിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് വേറൊരു കൺട്രിയിൽ കാർ റെൻറ്റിന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട്സിൻ്റെ കാര്യങ്ങളോ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമ്മൾ ഒരിക്കലും വരില്ലായിരുന്നു. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളൊരു എയിം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു റൂട്ട് പോവുകയാണെങ്കിൽ 39 മിനിറ്റ്സ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് അത് തന്നെ തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഈ 1 hour എക്സ്ട്രാ വരുന്ന ഒരു റൂട്ട് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് ചേഞ്ചുകൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ചസ് ഒരുപാടുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു, ഭയങ്കര കാറ്റുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. അങ്ങനെ മാറി മാറിയാണ് ക്ലൈമറ്റ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം എല്ലാ ഒരു ക്ലൈമറ്റിലും ഈ ഒരു ജേണീൻ്റെ ഭംഗി അതൊരു ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക് തന്നത് കേട്ടോ. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ റോഡ്സൊക്കെ ഭയങ്കര എംറ്റിയാണ്. അതുപോലെ തന്നെ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആണ്. നമുക്ക് ഫുഡ് കിട്ടാൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല ഈ ഒരു വഴിയിൽ. എനിക്കറിയില്ല, മേ ബി ടണലുള്ള വഴിയിൽ അത് വേറെ റൂട്ട് പോകുമ്പോൾ ആ സൈഡ് ഓപ്പൺ ആയിരുന്നിട്ടുണ്ടാവോ എന്നറിയില്ല. ഓവർ ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇപ്പോൾ യു കെയിലുള്ള പോലെയല്ല ഇവിടെ ഡ്രൈവിങ്, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിഫിക്കൽട്ട് നമുക്ക് റോഡ് ഓവർ ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് അത്ര പ്രശ്നം വന്നില്ല എന്നും പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് സെറോണിയൻ മൗണ്ടൻ ആൻഡ് താഴെ കാണുന്നതാണ് അൽബേനിയൻ റിവിയേര. സോ അൽബേനിയൻ റിവിയേരയിലൂടെയുള്ള സെറോണിയൻ മൗണ്ടൻ്റെ ഇടയിലൂടെയുള്ള ഈ ഒരു ഹൈ റേഞ്ച് റോഡിനെയാണ് നമ്മൾ ലോഗാര പാസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് ഡുക്കാട്ട് വാലിയാണ് ഉള്ളത് ആൻഡ് സൗത്തിലാണ് ഹിമാര ഉള്ളത്. സോ ഇതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ധർമ്മി വരുന്നത് കേട്ടോ. ഒരു ചെറിയ വില്ലേജാണ് ധർമ്മി. സോ ഈ ലോഗാര പാസിൻ്റെ ഏറ്റവും അടുത്തുള്ള, അതായത് നോർത്ത് സൈഡിലായിട്ട് വരുന്നതാണ് ഒരിഗം എന്ന സിറ്റി. അതാണ് നിയറസ്റ്റ് സിറ്റി. അതുകൂടാതെ ധർമ്മയാണ് സൗത്ത് സൈഡിൽ വരുന്ന ഒരു ചെറിയ വില്ലേജ്. സോ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ വഴികളിരിക്കുന്നത്. ഹെയർ പിൻസ് ആണ്. മല നമ്മൾ കയറിയും ഇറങ്ങിയും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ജേണി തന്നെയായിരുന്നു. ലൈക്ക് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സായി. ഞങ്ങൾ ഓൾറെഡി മിസ്സിങ് ആണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയ്യോ നമ്മളിതെല്ലാം മിസ് ചെയ്യുമല്ലോ എന്നുള്ളൊരു വിഷമത്തിലൂടെയാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ അടിപൊളിയായിട്ട് നോക്കല്ലേ അവര് എന്ത് ഇതിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ധർമ്മിന്ന് ഹിമാലയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഗൈസ്. ഹിമാര 8 മിനിറ്റ് കൂടി ഉണ്ടെന്നോണം അല്ലേ. ഇടയിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ബ്രേക്ക് വിത്തൗട്ട് എനി റിഫ്രഷ്മെന്റ്. എന്തൊക്കെ ശരി പറ, എന്നാ പറ. അപ്പൊ പിന്നെ പറഞ്ഞോട്, മഴ പെയ്യുന്നല്ലേ അതെനിക്കറിയാലോ. 20 മിനിറ്റിൽ എവിടെയൊക്കെയോ എത്തേണ്ട ആൾക്കാരായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ സമയം 2 മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. നമ്മളിപ്പോൾ ഹിമാലയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിമാലയയിൽ എത്തുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് വിശന്നു. ഇതുവരെ വരുന്ന വഴിയിൽ ഒരു ടണൽ വഴിയായിരുന്നു നമ്മൾ പാസ് ചെയ്തിട്ട് ധർമ്മയിലോട്ട് പോകേണ്ടത്. പക്ഷേ ആ ടണൽ ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ എന്തോ കൺസ്ട്രക്ഷൻസ് നടക്കുന്ന കാരണം അതുകൊണ്ട് നമ്മൾ വേറെ റൂട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ റൂട്ട് എടുക്കേണ്ടി വന്നത് കാരണം ഫുൾ അത് മൗണ്ടൻ്റെ മേലെ കൂടെ പോയിട്ട് താഴോട്ട് ഇറങ്ങുന്ന പോലെയായിരുന്നു. അതായത് നമ്മൾ ഹെയർ പിൻസ് ഊട്ടിയിലൊക്കെ പോകുന്ന പോലെ ഹെയർ പിൻസൊക്കെ ഉള്ള ഒരു റോഡായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ റൂട്ട്. ബട്ട് സ്റ്റിൽ എന്താ പറയുക,
കുറച്ച് സമയം കൂടുതൽ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അതർവൈസ് നല്ല ഒരു സീനിക് റൈഡായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഹിമാര എത്താൻ ഒരു കുറച്ച് സമയം കൂടിയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് റോഷനും അജും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ കാറിലിരിക്കുകയാണ്. അപ്പോൾ ഹിമാര എത്തിയിട്ട് കാണാം. ഹിമാര കാണുമെന്ന് വിചാരിക്കുന്നു. ധർമ്മിയിൽ നമ്മൾ വിചാരിച്ച പോലെ എനിക്ക് കറക്റ്റ് നമ്മൾ പ്ലാനിങ് ഇല്ലായിരുന്നു, അതാണ് പ്രശ്നം. കറക്റ്റായിട്ട് എന്തൊക്കെയാണ് എന്നൊരു പ്ലാനിങ് വേണമായിരുന്നു. ഞാൻ ജസ്റ്റ് ഹിമാരെ, കാരണം നമ്മൾ സറണ്ടയിലേക്ക് പോകുമ്പോൾ ഇടയിൽ 2 സ്ഥലങ്ങളിൽ നിർത്താം എന്നുള്ള ഒരു പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ യാ, നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരും നമ്മൾ എന്ത് പറഞ്ഞാൽ വഴക്ക് വിളിക്കുക. ഈ ഒരു കടൽ തീരത്ത് ഇങ്ങനെ തിരയൊക്കെ എണ്ണി ഈ കടലിൻ്റെ തിരകളുടെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ എത്ര നേരം വേണേലും ഇവിടെ ഇരിക്കാമെന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് അത്രയും സമയമില്ല ഗൈസ്. നമുക്ക് സറണ്ടയിലെത്തണം. കാരണം നമ്മൾ അവിടെയാണ് ഇന്ന് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ ഹിമാരനോട് വിട പറഞ്ഞ് പോവുകയാണ്. ഹിമാലയയിൽ ഒരുപാട് കാര്യങ്ങളും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഡ്രൈ സീസണാണ്, ഒന്നുമേ ഇല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. പക്ഷെ എന്നാലും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിതൊരു റിഫ്രഷിങ് ട്രിപ്പായിരുന്നു എന്ന് പറയാൻ വേറൊരു കാരണങ്ങളും കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അതുപോലെ അജുവും ഒക്കെ ഞങ്ങൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും പുതിയൊരു ജോലിയിലോട്ട് മാറിയായിരുന്നു. മാത്രമല്ല ഞങ്ങൾ 3 പേരും ട്രാവൽ ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്തത് നവംബറിലാണ് ലാസ്റ്റ് ട്രാവൽ ചെയ്തത്. അതുപോലെ അജു ആണെങ്കിലും ട്രാവൽ ചെയ്ത് കുറച്ചധികം നാളായിരുന്നു. പിന്നെ ഞങ്ങളുടെ പുതിയ ജോലിയിലോട്ട് മാറിയതിൻ്റെ, അതായത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറിയതിൻ്റെ, പുതിയ ജോലികൾ പഠിച്ച് വരേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ടെൻഷനും, പിന്നെ അതുകൂടാതെ വർക്കിംഗ് അവേഴ്സ് മാറിയായിരുന്നു. ഇതുവരെ നമുക്ക് വീക്ക്ലി 3 ഡേയ്സ് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 5 ഡേയ്സ് ചെയ്യണം. മൺഡേ ടു ഫ്രൈഡേ ഒക്കെയാണ് ഡ്യൂട്ടി. സോ അതിൻ്റെ കുറച്ച് ടെൻഷനും, അതുപോലെ റോഷനും ഡ്യൂട്ടി അവേഴ്സ് മാറിയായിരുന്നു. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് കുറച്ച് നാളായിട്ട്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു മച്ച് നീഡഡ് ബ്രേക്ക് ആയിരുന്നു കേട്ടോ. സറാണ്ടയിലോട്ടുള്ള വഴിയിലോട്ട് ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. കറങ്ങ് ബാക്ക്ഗ്രൗണ്ട് കാണട്ടെ, ഇങ്ങോട്ട് വാ. Look at that! Beautiful! Okay. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഗൈസ്. നമ്മൾ ശരിക്കും 2 മണിക്കൂർ മാക്സ് 1.5 hour 2 hours ഉള്ളിൽ സറണ്ടേ എത്തേണ്ട ആളുകളായിരുന്നു.
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡീവിയേഷൻ കിട്ടി. അതുകൂടാതെ തന്നെ ഇതുപോലെയുള്ള, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഈ ഒരു സീനിക് റൈഡ് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് മലകളാണെങ്കിൽ റൈറ്റ് സൈഡ് ഫുള്ള് ബീച്ചിൻ്റെ വ്യൂ ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ ഇതുപോലെ നമുക്ക് വ്യൂ പോയിൻ്റ് കാണുമ്പോൾ നമ്മൾ നിർത്തി പോകുന്നത് കൊണ്ട് കൂടിയാണ് നമ്മൾ എത്താൻ ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പം ഇനി എവിടെയും നിർത്താതെ നേരെ സറണ്ടയിലോട്ട് പോവാം, നേരെ റൂമിലോട്ട് പോവാം, ഫുഡ് കഴിക്കാം, ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ. എങ്കിലും ഈ വ്യൂ ഒന്നും നമ്മളെ അതിന് സമ്മതിച്ചില്ല. ഓരോ സ്ഥലം കാണുമ്പോഴും ഓരോ വ്യൂ പോയിൻ്റ് കാണുമ്പോഴും അയ്യോ നമുക്ക് ഇവിടെ നിർത്താം, അയ്യോ ഇവിടെ നിർത്തിയില്ലേ ഇത് മിസ്സാവും എന്നുള്ള ഫീലിംഗ് കാരണം എല്ലാ സ്റ്റോപ്പിലും വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്തെല്ലാം ഞങ്ങൾ നിർത്തി നമ്മുടെ സമയം കളഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ എത്തിയതാണിത്. എവിടെയെന്നറിയില്ല, എവിടെയോ എന്തോ നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് കണ്ട് നമ്മൾ നിന്നതാണ് ഗൈസ്. അങ്ങോട്ട് പോകണ്ട, വല്ലാണ്ടൊക്കെ പോകണ്ട. നോക്ക് എന്തോ ബീച്ച് റിസോർട്ടാ. ഭയങ്കര കൃഷിക്കാരാണ്. Actually we are busy, but it's okay. വാ അങ്ങോട്ട്. നീ റിക്വസ്റ്റ് ചെയ്തോണ്ട് സെലിബ്രിറ്റീസ് വ്യൂ കൂടിയാലോ. അതെ കൂടും. We are still bachelors. ഒരാൾ ഭാര്യ നാട്ടിൽ കൂട്ടും. ഒരാള് കൊച്ചുള്ള ബാച്ചിലർ, ഒരാൾ കൊച്ചില്ലാത്ത ബാച്ചിലർ. ഞാനും ചോദിച്ചു അവിടെ മണിയടി കറക്റ്റോ. നമ്മുടെ സറാണ്ടയിലെത്തി. നമ്മുടെ റൂം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. പക്ഷെ വൈഫൈ ഇല്ല. റോഡ് അതാണ്, ആ കാണുന്നതാണ് നമ്മുടെ റൂം. അല്ല സോറി ഇത്. അപ്പം പോയി നോക്കാൻ വരൂ. ആക്ച്വലി നമ്മുടെ നെറ്റ് തീർന്നായിരുന്നു. ഐ മീൻ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് എന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയോ എവിടെന്നോ കണ്ട അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ഇവിടെ എത്തിയതാണ്. എയർബിഎൻബിയിൽ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് കിങ്സ് 2 അപ്പാർട്ട്മെൻ്റ് എന്ന് കണ്ടിട്ട് എത്തിയതാണ്. സോറി, കിങ്സ് അപ്പാർട്ട്മെൻ്റ് എന്നാണ് കണ്ടത് കേട്ടോ, ഫോട്ടോയിൽ കണ്ടിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു അതല്ല, അവരുടെ വേറെ ഒരെണ്ണം ഉണ്ട് അവിടെയാണ്, പക്ഷേ അവർ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ എന്നെയും റോഷനെയും കൂടെ കാറിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരുടെ കൊച്ച് അജുവിൻ്റെ കൂടെ കാറിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് അവിടെ നമ്മുടെ കാർ എടുത്തിട്ട് ഈ ഹോട്ടലിൻ്റെ, അതായത് ഹോട്ടലല്ല ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. ഇത് ആദ്യമേ ടോയ്ലറ്റ് കാണിക്കാം. ഇതാണ് ബെഡ്റൂം. ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. ഇതെന്താന്ന് നോക്കാം. ഇവിടെ ഒരു ബാൽക്കണി. Look at this view, guys. പോകാൻ പറ്റില്ല അങ്ങോട്ട്.
ഹലോ ഗായ്സ്, ഹായ്. Is it fresh? Did you get fresh? Yeah. Fresh, never frozen. They just tasty. നമ്മള് മീൻ ആണ് ഇന്ന് കറി വെക്കാൻ പോണത്. മീൻ അവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബാക്കി സാധനങ്ങൾ വാങ്ങിക്കണം. അരി മാത്രം പോരാ കറി ഉണ്ടാക്കാൻ. Yeah, something else. നല്ല മഴ. ഇങ്ങോട്ട് വാ. മഴയും ജോൺസൺ മാഷിന്റെ പാട്ടും കാപ്പിയും അല്ല, പകരം നമുക്ക് ഐസ്ക്രീമാണ്. നല്ല മഴയത്ത് അജു എന്താ ചെയ്തെന്നറിയോ? കടയിൽ പോയിട്ട് ബില്ല് പേ ചെയ്തപ്പോ പൈസ പോയോന്ന് അറിയില്ല. നീ പോയി കുഴി വേണ്ട ഡ്രസ്സിനി. അപ്പം അപ്പൊ ഐസ്ക്രീം എടുത്ത് വേഗം തിന്നു. ഇനി എങ്ങാനും കാശ് പോയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വന്നാലോന്ന്. എന്നിട്ട് എന്താ പറ, ബാക്കി പറ. അതാവുമ്പോ അവര് പറയില്ല, പാവ കഴിച്ചു അവന് കുഴപ്പമില്ല, അത് അങ്ങനെ അത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചാന്ന് പറഞ്ഞാലോ. അപ്പൊ ഐസ്ക്രീം ലാഭായില്ലേന്ന് എന്താ നോക്കുന്ന ഈ ഐഡിയ നമുക്ക് പറഞ്ഞു തരാം. അതില്ല, ഒറ്റയ്ക്ക് തിന്നിരിക്കുകയാണ്. യു ആർ സോ സെൽഫിഷ്. അപ്പാർട്ട്മെന്റ് Kings. ഏറ്റവും മേലെയായിരുന്നോ നമ്മുടെ റൂം? No. മൂന്നാമത്തെ? Third one. സോറി, കൊച്ചിന് മലയാളം അറിയില്ല. മൂന്നാമത്തെ ആണോ ചോദിച്ചപ്പോ അല്ല, തേർഡ് വണ്ണെന്ന്. ഇതാണ് നമ്മൾ വാങ്ങിച്ച മീൻ. ഇപ്പൊ നന്നാക്കി കട്ട് ചെയ്തു. അവർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നന്നാക്കി തന്നായിരുന്നു. യെസ്. ആൻഡ് ചോറ് വെക്കാൻ അരി ഇട്ടിട്ടുണ്ട്. Look at this. വെറുതെ ഇരിക്കണം ഇവിടെ. ഒരു 2 പറ ചോറ് വെച്ചു ബെൽജിയത്തിൽ പോയപ്പോ. ഓഫർ ഹെൽപ്പ് ചെയ്തില്ല. ഹെൽപ്പ് യെസ് ഓഫ് കോഴ്സ്. അവൻ എന്താ ചെയ്യാൻ പറഞ്ഞാൽ ചോറ് വെക്കാൻ വന്ന് ചോറ് കഴുകാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു ഇവിടെ 2 ആൾക്കുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ചോറ് റെഡിയായി. നമ്മൾ മീൻകറി റെഡിയാക്കുന്നു. മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻ കറി വെക്കാനുള്ളത് ചോറ് ദേ ഊറ്റി വെച്ചിരിക്കണു. അപ്പൊ ബ്യൂട്ടിഫുൾ ഫിഷ് കറി ഈസ് ഓൾമോസ്റ്റ് റെഡി. കഴിച്ചിന് മാറ്റിയാ നല്ലേ. ജാക്കറ്റ് എടുത്തിട്ടാണ് ആദ്യം. So the beautiful fish curry is ready and fish fry is also ready. അയ്യോ, ഇത് പൊരിക്കാത്ത മീൻ ഇവിടെ റെഡിയാണ്. ഫുഡ് കഴിക്കാൻ പോകുമ്പം ഇതാണ് പുറത്തെ വ്യൂ ഗായ്സ്. നമ്മൾ പുറത്തിരുന്ന് കഴിക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഷുഡ് ബി ഓക്കെ. കണ്ടില്ലേ? അത് പാത്രം ഇവിടെ നിന്നാലും തുടക്കാലോ. തന്നെ തുടക്കാം. നീ എടുക്കണത് വേറെ എടുക്കാം. എന്നാലല്ലേ എത്ര അളവ് എടുക്കണ്ടെന്ന് പറയാം. നമുക്ക് കുറച്ച് എന്തൊരു ആത്മാർത്ഥതയാണ്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പാത്രം തുടച്ചിട്ട് പാത്രം തുടച്ചതിന് ഇച്ചിരി അധികം ചോറ് എടുക്കുന്നുണ്ട്. അതല്ല ഇനി കിട്ടൂല. തിന്നാൻ തോന്നി കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടിയില്ല. എനിക്ക് നല്ല ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞു. എനിക്ക് ഈ നടുക്കഷ്ണാണ് ഇഷ്ടം. കുറച്ച് കറി എടുക്കാം. We know that it's not a perfect fish curry, but still it should be. It is nice. It is. ഒരു മീനും കൂടി എടുത്തു തുടങ്ങി. ഇനി എടുക്കാലോ. ഈ കുഞ്ഞെടുക്കാം. അല്ല, വറുത്ത മീൻ എടുക്കില്ല. എന്തിനാ ഞാൻ വാലെടുക്കാണ്. എനിക്ക് 3 വാലുണ്ട്. 3 വാലെടുത്ത് 1 വാലെടുത്ത് എല്ലാവർക്കും ഒരേ വാലുണ്ട്. ഓക്കെ. We're gonna have this, and this is our dinner for today. Next is Ajmal, chest number 2. On stage. എടുത്ത ആവശ്യമുള്ളത് ഞാൻ വന്നിട്ട് എടുത്തോളാം. വയറേ
അല്ല ഒന്നും കഴിച്ചില്ലല്ലോ അതല്ലേ എനിക്കറിയാത്. ഈ നീ തല കഴിക്കുമോ? ഇല്ല. ആ കഴിക്കൂലെങ്കിൽ എടുത്തോ. അല്ല ഞാൻ ആ തല എടുക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് തല ഞാൻ കഴിക്കില്ല. അതിൽ എനിക്കറിയാം ഒരുവിധം എല്ലാവരും കഴിക്കൂല. മിക്കവരും കഴിക്കൂല. എനിക്ക് തല ഇഷ്ടമില്ല. എനിക്കറിയാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അജിനി മടുക്കും. എക്സൈറ്റ്മെന്റ്. ഈ വ്യൂവില് നമ്മളിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ നല്ല തണുപ്പുണ്ട്. അതാണ് ഒരു ഒടുക്കത്തെ നമ്മളുടേതായ ഒരു സാധനം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇറ്റ് ഹിറ്റ്സ് ഡിഫറെന്റ്. എക്സാക്ട്ലി. ആൻഡ് ഷെഫ് ഓഫ് ദ ഡേ ഇതാണ് കഴിക്കുന്നത്. ഹൗസ് ഇറ്റ്? അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ നല്ല വെള്ള ടൈൽസ് ആയതുകൊണ്ട് ഞാൻ ഇവരെ അകത്തിരുത്തിയില്ല. ലുക്ക് അറ്റ് ദ വ്യൂ. ഈ വ്യൂവിലിരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ സാന്റോറിനിയിൽ ഈ വ്യൂ. ഒരു 2 കഷ്ണം ചിക്കനും ഒരു സാധനത്തിനും. ഞാനും പാത്രത്തിന്റെ സൈഡിൽ തന്നെ കഴിച്ചോ? അങ്ങനെ നമ്മൾ പഠിക്കണം, എല്ലാ സാഹചര്യത്തിലും ജീവിക്കാൻ പഠിക്കണം. എന്ത് പാത്രത്തിൽ ഇട്ടിട്ടാ? അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. ഞങ്ങൾ രാത്രി ഒരു ഡെസേർട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കട ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ടൊന്നും നടന്നില്ല. സോ ബൈ ബൈ, സീ യു അഗൈൻ, ബൈ.